Okay. Let's start. കഴിഞ്ഞ ക്ലാസ്സിൽ മിസ് അലിഫ് ബ ഈ രണ്ടക്ഷരങ്ങളിൽ തുടങ്ങുന്ന വേർഡുകൾ, അതായത് ആ ഇ ഉ ബ ബി ബു, ഈ അക്ഷരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സ് നമ്മൾ പഠിച്ചല്ലേ? ഓർമ്മയില്ലേ? പഠിച്ചിട്ടുണ്ട്. Today we will study about letter ta. Ta എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. താക്ക് ഹർക്കത്തുകൾ ചേർത്ത് കഴിഞ്ഞാൽ ഏതൊക്കെ അക്ഷരങ്ങൾ നമുക്ക് ഉണ്ടാക്കാം? താ, ഓക്കെ. അപ്പോ താ, തി, തു ഈ അക്ഷരങ്ങളിൽ തുടങ്ങുന്ന വാക്കുകളാണ് ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ. ആ, ആരാത്? Okay. Take a notebook with pen or pencil. Okay. Headline എഴുതുക. Letter ta. 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 മിസ് അന്നൊരു പരീക്ഷ ഇട്ടില്ലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സില്. ഓക്കെ, ലാസ്റ്റ് അത് നോക്കാം കേട്ടോ. മിസ്സിന് ഓർമ്മയുണ്ട് മോളെ? ഇതുപോലെ വരച്ചിട്ട് എഴുതാം. മിസ്സിന് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതി തരാൻ പറ്റില്ല. നോട്ട്ബുക്കിൽ 3 ഭാഗമാക്കാം. താ, തി, തു. ഓക്കെ, സ്കെയിൽ വെച്ച് വരക്കണേ. ഓക്കെ. നിങ്ങൾക്ക് സ്പേസ് ഉണ്ടാവും, മിസ്സിന് ഇവിടെ എഴുതാൻ പറ്റില്ലല്ലോ. Did you finish? Yes, miss. Next. Ta എന്ന അക്ഷരം കൊണ്ട് തുടങ്ങുന്ന ഒരു വാക്ക് നമുക്ക് പഠിക്കാം. നോക്കണേ. Ta. തമ്രുൽ. Yeah. Tam. മായാണോ ഉദ്ദേശിച്ചത്? ആ, മായും റാവും കൂടെ കൂട്ടി എഴുതിയതാ. മീമും റാവും കൂടെ കൂട്ടി എഴുതിയത്. നമ്മൾ എഴുതുന്ന സമയത്ത് അറബി, നമ്മൾ ഇംഗ്ലീഷ് കർസീവ് റൈറ്റിംഗ് ഇല്ലേ, അതുപോലെ അറബിയിലും ഉണ്ട്. ഓരോ അക്ഷരം സെപ്പറേറ്റ് എഴുതുന്നതുകൊണ്ട് ചേർത്ത് എഴുതുന്നതും ഉണ്ട്. ഓക്കെ. അപ്പൊ താവും മായും കൂടെ, സോറി, മായും റായും കൂടെ കൂട്ടി എഴുതിയതാണ്. താ മീമിന് സുക്കൂൻ ഇട്ട് കൊടുക്കും. നമ്മള് മലയാളത്തില് സാധാരണ മീ ത് എന്നൊക്കെ എഴുതാൻ ചന്ദ്രക്കല ഇടുന്നത് അല്ലെ? അറബിയില് സുക്കൂൻ, കുഞ്ഞ് റൗണ്ട്. തമ്രുൻ. തമ്രുൻ മീൻസ് ഇതെന്താ മക്കളെ വായിക്കുന്നേ? ഡേറ്റ്. ഓക്കെ. തമ്രുൻ ഡേറ്റ്. ഒന്നും കൂടെ പറയാവോ? തമ്രുൻ. 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 Say all of you. തമ്രുൽ. Tamrun. Okay. Tamrun means date. Date. എന്താ മിസ് മീനിങ്? Date ഈത്തപ്പഴം dates ഇല്ലേ? DAT. ആ, ഡേറ്റ്. Yeah. Date. മീനിങ് എഴുതി തരണോ മിസ്സേ? നിങ്ങൾ എഴുതൂലേ സ്പെല്ലിങ് പറഞ്ഞു തന്നാലേ?
ഈത്തപ്പഴം ആണോ അല്ലെങ്കിൽ കലണ്ടറിലെ ഡേറ്റ്സ് ആണോ? ഈത്തപ്പഴം. ഓക്കെ മിസ്, ഇവിടെ മഴയായിട്ട് ക്ലിയർ ആ ആയില്ല. ഓക്കെ ഓക്കെ. ഡേറ്റ്സ്. തംറുൻ. Second one. ഇതൊന്ന് ക്ലിയർ ചെയ്യാൻ പോവാണ്. മിസ്സിന് ഇവിടെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാല് ഫുൾ എഴുതാൻ പറ്റില്ല. താ വരുന്ന വാക്കുകളാണ് മിസ് എഴുതുന്നത്. നിങ്ങൾ ആ കോളത്തിൽ തന്നെ എഴുതാം. ഓക്കെ. നമ്മൾ ഫസ്റ്റ് എന്ത് എഴുതി? തമ്രിന് എഴുതി. തമ്രുൻ. സെക്കൻഡ് വൺ. ഹന ശ്രദ്ധിക്കണേ, എഴുതുന്ന അക്ഷരം എന്താന്ന് ശ്രദ്ധിക്കും. ഇതിപ്പോ എന്താ വായിക്കുന്നേ? എന്തുകൊണ്ട് താന്ന് വായിക്കുന്നേ? അലീഫും കൂടെ അതിന്റെ മണ്ടയ്ക്കോട്ട് കൂട്ടിയില്ലേ? അലിഫ് ചേർത്ത് കൊടുത്തു നമ്മള് അല്ലെ? ഓക്കെ. താ. നെക്സ്റ്റ് വായിക്കണം. മുന്നേ അറബി പഠിച്ച കുട്ടികൾ പറയരുത്, മദ്രസിൽ പഠിച്ച കുട്ടികൾ ആൻസർ പറയരുത്. ഇവിടുന്ന് ആദ്യമായിട്ട് അറബി പഠിച്ച കുട്ടികൾ ഇതിന്റെ അടുത്ത അക്ഷരം വായിക്കുക. ഓക്കെ. അടുത്ത അക്ഷരം മാത്രം വായിച്ചാൽ മതി. അത് ഒന്ന് മാറ്റി തരാം. ആരാ പറയുന്നേ? ഇത് കൂട്ടി എഴുതിയതാണ്. കൂട്ടി എഴുതാണ് മിസ് കാണിച്ചു തരാം. ഇതാണ് ഈ അക്ഷരം. ബു മാത്രല്ലല്ലോ, ബുഫ്. ബുവ് എന്ന് അറിയില്ല മോനെ. നമ്മൾ ലോങ് വവൽസിൽ പഠിച്ചതാണ്. എന്താ? ഫത്തഹ് വരുമ്പോ അലിഫും കെസ്ർ വരുമ്പോ ലോങ് വവൽസിന് വേണ്ടി, അതായത് ദീർഘം കൊടുത്ത് വായിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ വര വരുന്ന സമയത്ത് അലിഫും താഴെ വരയിട്ട അക്ഷരാണെങ്കിൽ യാഉം ലമ്മിട്ടതാണെങ്കിൽ എന്ത് ചേർക്കും? വാവും ചേർക്കും. അപ്പൊ ഇതെന്താ വായിക്കുന്നേ? നമ്മൾ ലോങ് വവൽസിന് വേണ്ടിയിട്ടാണ് 3 അക്ഷരങ്ങൾ ചേർക്കുന്നത്. ഏതൊക്കെയാ? അലിഫ്, യാ, വാവ്. അതായത് ദീർഘിപ്പിച്ച് വായിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫസ്റ്റത്തെ അക്ഷരം എന്താന്ന് അറിയോ നിങ്ങൾക്ക്? ഓക്കെ. ലോങ് വവൽസിന് വേണ്ടിയിട്ടല്ല നമ്മൾ വാവ് ചേർക്കുന്നേ. അപ്പൊ എങ്ങനെയാ വായിക്കേണ്ടത്? യാ, വെരി ഗുഡ്. ബൂ. ഓക്കെ. എന്താ? അല്ല, ബൂ. ഓക്കെ. ഇനിയിപ്പം തൂന്ന എഴുതുന്നാണെങ്കിലും എന്ത് എഴുതണം? തൂ എഴുതിയിട്ട് വാവ് ചേർക്കണം. തൂ. ഇനി പൂന്ന് എഴുതുന്നുണ്ടെങ്കിലും പൂ എഴുതിയിട്ട് എന്ത് ചേർക്കണം? വാവ് ചേർക്കണം. ഇനി കൂ എഴുതുന്നുണ്ടെങ്കിൽ കാ എഴുതിയിട്ട് കൂ എഴുതുക, വാവ് ചേർക്കുക. എല്ലാം ലമ്മ വരുന്ന ഏത് അക്ഷരത്തിന്റെയും കൂടെ ദീർഘം ചേർക്കണമെങ്കിൽ വാവാണ് വരിക. ഓക്കെ. ഒന്നും വായിക്കല്ലേ? ഓക്കെ. ഓക്കെ. ഇത് മിസ്
അപ്പോ ഫസ്റ്റ് അക്ഷരം എന്തായിരുന്നു നിങ്ങൾ വായിച്ചത്? താ. താ. അടുത്ത അക്ഷരം അപ്പൊ താബൂ. അപ്പൊ താബൂ എന്ന് പഠിച്ചില്ലേ? നെക്സ്റ്റ് അക്ഷരം നോക്കണേ. ഇതെന്താ അക്ഷരം? ഓക്കെ. താഇനെ തൻവീൻ നമ്മൾ ഇടുവാണ്. അപ്പൊ എന്താ വായിക്കുക? തൂ അല്ല, വെരി ഗുഡ്. അപ്പൊ കൂട്ടി ഒന്ന് വായിച്ചേ. വെരി ഗുഡ്. താബൂത്തുൻ ഒന്ന് വായിച്ചേ. താബൂത്തുൻ. ഓക്കെ, നിങ്ങൾ വായിക്കാൻ പഠിച്ചല്ലോ അല്ലേ? എന്താ മിസ്സേ? താബൂത്തുൻ മീൻസ് ബോക്സ്. BOX ബോക്സ്. ഏത് ബോക്സിനെയും നമ്മൾ താബൂത്ത് എന്നാ പറയുന്നത്. കമന്റ് ബോക്സ് അല്ല, സാധാരണ ഏത് നമ്മുടെ ഒരു അടച്ചു വെക്കുന്ന മീൻസ് അടച്ചു തുറക്കുന്ന ഒരു ബോക്സ് പോലെയുള്ള സംഭവത്തിനൊക്കെ താബൂത്ത് എന്നാ പറയാം. മിസ്സേ പെൻസിൽ ബോക്സിനെയും താബൂത്തുൻ തന്നെ അറിയാലേ? ഓക്കെ ഓക്കെ. മിസ്സേ ട്രഷർ ബോക്സ് അല്ലേ? ഏതാ? ട്രഷറിലുള്ള ബോക്സ്. പ്രഷറോ? അങ്ങനെയൊന്നും ഇല്ല മോളെ. ഇതാണ് ബോക്സ്. കാണുന്നുണ്ടോ? ബോക്സ്. എഴുതിയത് നിങ്ങൾക്ക് ഓപ്പോസിറ്റ് ആയിട്ടാണ് കാണുക. ഓക്കെ. താബൂത്ത്. ഇല്ല മിസ്സേ, കറക്റ്റ് ആയിട്ട് തന്നെയാണ്. ഏതാ മോളെ? കണ്ടില്ലേ? കറക്റ്റ് ആയിട്ട് തന്നെയാ കണ്ടത്. ഓപ്പോസിറ്റ് ഒന്നും അല്ല, കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടത്. ഓ, മിസ്സിന് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന സമയത്ത് നമ്മൾ മിററിൽ കാണിക്കൂലേ? അപ്പൊ അത് ഞങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ട്. മിസ്സിനെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോ അറബിയൊക്കെ എഴുതുന്ന ഇവിടുന്ന് അങ്ങോട്ടാ കാണുന്നത്. എങ്ങനെയാണ് നമ്മൾ മിററിന്റെ ഫ്രണ്ടിൽ ഇതാരെ ചിത്രം വരക്കുന്നതിന്റെ ഇടയിൽ കയറിയിട്ട്? ശ്രീകൃഷ്ണ. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഒന്ന് വരച്ചു നോക്കിയേ. ഓപ്ഷൻ പോയി. ഓക്കേ. അപ്പൊ നമ്മള് തമ്രുൻ പഠിച്ചു, താബൂത്തുൻ പഠിച്ചു അല്ലെ? നെക്സ്റ്റ് ഏകദേശം സെയിം ആണ്. ശ്രദ്ധിക്കണേ, ഈ അക്ഷരം നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താ? ഈ അക്ഷരം എന്താണെന്ന് ഇവിടെ മിസ് എഴുതി തരാം. മിസ്, ആ ജീമിന്റെ അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്. ഇതാണ് അക്ഷരം. ടോപ്പിലുള്ള സംഭവം. അതിന്റെ ടോപ്പിലുള്ള സംഭവം ജി. ഇതെന്താ അക്ഷരം? കേട്ട് വായിക്കരുത്. തജിറുൻ അല്ല മോനെ, താക്ക് നമ്മൾ അലിഫ് ചേർത്തിട്ടില്ലേ? വെരി ഗുഡ്. താഴെയല്ലേ വരയണ്ടേ? താഴെ രണ്ട് വരയല്ലേ? റിൻ. മുകളിലാണെങ്കിൽ റൻ, താഴെ റിൻ, ഇത് റുൻ. ഓക്കെ.
trader. Trader. T. വ്യാപാരിയോ? Yeah. വ്യാപാരിയല്ലേ? Very good. T. Merchant. T-R-A-D-E-R. Trader. എഴുതി മിസ്സേ. Okay. Tajirun. Next. വായിച്ചോ? താജുൻ. Okay. എന്താ? താജുൻ. ഹന്നക്ക് ക്ലിക്ക് ആയില്ലല്ലോ. ഹന്നക്ക് ക്ലിക്ക് ആയില്ലെന്ന് തോന്നുന്നു. താജുൻ. Okay. Tajun means crown. കിരീടം. Crown. C-R-O-W-N. C-R-O-W-N. Crown. Oh yeah. കിരീടം. ഇനി അനട്ടിസ്റ്റ്. മിസ് ഇവിടെ ഒരു അറബിക് വേർഡ് എഴുതും. അതിന്റെ മലയാളം മീനിങ് നിങ്ങൾ കണ്ടുപിടിക്കണം. ഞാൻ പറഞ്ഞു തരില്ല കേട്ടോ. മീനിങ്ങോ? മീനിങ് നിങ്ങൾ കണ്ടുപിടിക്കണം. മിസ്സാണ്. വായിക്കണേ. മിസ് എഴുതുന്നോറും കളർ മാറ്റി എഴുതാം. ഇല്ലെങ്കിൽ രണ്ടും കൂടെ മിക്സ് ആയിട്ട്. ഇതെന്താ മക്കളെ? നോ നോ നോ, ഇത് അക്ഷരം ലാ ആണ്. ഈ അക്ഷരം നമ്മൾ പഠിച്ചതല്ലേ, ലാമ് അല്ലെ? ലാമ്. ലാമിന് എന്തിട്ടു മിസ്? കെസറിട്ടു. ഇപ്പൊ എന്താ വായിക്ക? തലി. ഇനി മിസ് ഇതിന്റെ കൂടെ യായ് ചേർത്ത് കൊടുക്കുവാണേ. യാ മാത്രം ചേർത്ത് കൊടുക്കുവാണേ. അപ്പൊ എന്താ വായിക്കുന്നേ? ക്ലിക്ക് ആവുന്നുണ്ടോ മക്കളെ? തലി. നെക്സ്റ്റ് അക്ഷരം ശ്രദ്ധിക്കണേ. വാവിന് നമ്മൾ മുകളിൽ കുത്തിട്ടാൽ ഫ എന്ന അക്ഷരായി. വാവ് എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു കുത്തിട്ടാൽ എന്തായി? ഫ ആയി. അപ്പം ഫ എന്ന് നമ്മിട്ട് എന്താ വായിക്ക? ഫ ആണോ ഫി ആണോ ഫു ആണോ? അപ്പൊ ഒന്ന് കൂട്ടി വായിച്ചേ. തലീഫു. പൂവിന് പൂ എന്ന അക്ഷരത്തിന് ലോങ് വവൽസിന് വേണ്ടിയിട്ട് മിസ് എന്ത് ചേർക്കുന്നു? വാവ് ചേർക്കുന്നു. ഓക്കെ. അപ്പൊ ഇപ്പൊ എന്താ വായിക്കുക? തലീഫു. നെക്സ്റ്റ് ഒരക്ഷരം കൂടി ചേർക്കാണേ. ഇതെന്താ? നൂൻ. ഈ അക്ഷരം മനസ്സിലായോ നിങ്ങൾക്ക്? ഹന്ന. നൂൻ. അപ്പൊ ലീ ഇട്ടു. ലീക്ക് ദീർഘം ചേർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്തു? യാ ഇട്ടു. അപ്പൊ തലീ. ഫൂ എഴുതി. ഫൂ ലോങ് വവൽസിന് വേണ്ടി വാവ് ചേർത്തു മിസ് ഇവിടെ. അപ്പം തലീഫൂൻ. എന്താ വായിക്കുന്നേ? തലീഫൂൻ.
ഇതിന്റെ മീനിങ് നിങ്ങൾ തന്നെ മിസ്സിന് പറഞ്ഞു തരണം. So simple. ടെലിഫോൺ. Yeah. Telephone means telephone. Okay. ടെലിഫോൺ നമ്മൾക്ക് സായിപ്പിനോടെല്ലാം ചോദിച്ച പോലെ അല്ലേ? നമ്മൾ മലയാളം വേർഡ്സ് അവരധികം അങ്ങനെയല്ലേ പറയുന്നേ? ടെലിഫോൺ. ഓക്കെ, ഇനി പറഞ്ഞു പഠിച്ചേ. ടെലിഫോൺ മീൻസ് ടെലിഫോൺ. ടെലിഫോണിന്റെ സ്പെല്ലിംഗ് അറിയില്ലേ? TELEPHONE. Telephone. Telephone means ടെലിഫോൺ. ഇനിയുണ്ട് കേട്ടോ ഇതുപോലെയുള്ള സംഭവം. ഓക്കെ, അത് മിസ് വേറൊരു കളറിൽ എഴുതിത്തരാം. ട്യൂഷനാവണ്ട, നോക്കണേ. എന്താ അക്ഷരം? വീണ്ടും മിസ് എന്ത് എഴുതുന്നു? ലാം. ലാമിന് കെസ്റിടുന്നു, യാ ഇടുന്നു. അപ്പോ തലി. വീണ്ടും ഫ ഇടുന്നു, ഇനി കെസ്റിട്ടു. അപ്പൊ എന്താ വായിക്കുക? ഓക്കെ, ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ. ഓക്കെ ഓക്കെ, ബാക്കിയുള്ളവരൊന്ന് വായിക്കട്ടെ മോനെ. ഒന്ന് വായിക്കാൻ ശ്രമിച്ചേ. ലീക്ക് ദീർഘം ചേർക്കാൻ വേണ്ടി യാ ഇട്ടു. തലീ. ഫ എഴുതി കെസ്റിട്ടു. തലീഫി. നെക്സ്റ്റ് അക്ഷരം നോക്കണേ. മിസ് എഴുതുന്നത് റ ആണ്. എഴുതുന്ന അക്ഷരം എന്താ? എന്ന അക്ഷരത്തിന് മുകളിൽ ഒരു കുത്തിട്ട ആയി. എന്താ വായിക്ക? അപ്പം ഇനി കെസ്റിട്ടാല് തലീഫിസിനായി. എന്താ വായിക്ക? തലീഫിസി. ഓക്കെ, അക്ഷരം നോക്കി വായിക്കേ. അക്ഷരം നോക്കിയാൽ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. ഓക്കെ, ഇതെന്താ അക്ഷരം? യാ. ഇനി റമ്മിട്ട് എന്താ വായിക്കാം? യു. വെരി ഗുഡ്. ഇനി യാ ഇനി നമ്മൾ ദീർഘം ചേർക്കണം. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? ഫത്തഹാണോ കെസ്റാണോ ലമ്മാണോ? മക്കളെ പിന്നെ അറിയുന്നവര് മദ്രസയിൽ പോകുന്ന കുട്ടികൾ പറയല്ലേ, ഇവരോട് ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ബാക്കിയുള്ള കുട്ടികൾ ആർക്ക് വേണേലും പറയാം. ഇവിടെ യുവിന് നമ്മൾക്ക് ദീർഘം ചേർക്കണം. ഇവിടെ അലിഫ് ഇടണോ, യാ ഇടണോ, വാവ് ഇടണോ? ഹന്ന, വേറെ ആരാ? ആതിര പറഞ്ഞോളൂ. സെൽവിൻ, ഒരാള് വിളിക്കുന്നില്ല മിസ്, അറിയുന്നവര് പറ. വാവ്. ഓക്കെ, ഇവിടെ ലമ്മാണ് വന്നിട്ടുള്ളത് അല്ലെ? ഫത്തഹിട്ട് കഴിഞ്ഞാൽ നമ്മൾ അലിഫും, കെസ്റാണെങ്കിൽ യാവും, ലമ്മാണെങ്കിൽ നമ്മൾ എന്ത് ചേർക്കും? ദീർഘം ചേർക്കാൻ വാവ് ചേർക്കും. നമുക്ക് വാവ് ഇവിടെ കൂട്ടി എഴുതി കൊടുത്താലോ? അതാ. അപ്പൊ തലീഫിസിയൂൻ, നാവും കൂടെ ചേർക്കും. തലീഫിസിയൂൻ. എന്താ വായിക്കുന്ന മക്കളെ? തലീഫിസിയൂൻ മീൻസ് എന്തായിരിക്കും? പറയല്ല. അഫ്രാദിനെ അറിയാം, മിസ്സിനെ അറിയാം. തലീഫൂൻ ടെലിഫോൺ ആണ്. അപ്പൊ തലീഫിസിയൂൻ അതാരാ പറഞ്ഞേ?
ടെലിവിഷനാ? Yeah. Television. 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 അപ്പൊ തലീഫൂനും തലീഫിസിയൂനും മനസ്സിലായില്ലേ? Yes. Any doubt? No doubt. Okay. Next. നിങ്ങൾ അടുത്ത് കിട്ടിയാൽ മിസ്സിന് തരാൻ വിചാരിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അത് ഞാൻ അറബിയിൽ എഴുതാം. അതൊന്ന് വായിക്കാം. ബ്ലൂ കളറിലാണ് എഴുതിയത് അല്ലേ? കളർ ചേഞ്ച് ആക്കാം നമുക്ക്. എന്താ വായിക്കുന്നേ? വായിക്കടാ. ലാം. ലാമിന് മിസ് എന്ത് ചേർത്തു? എന്നിട്ട് മിസ് ഇവിടെ തൻവീർ നമ്മൾ ഇട്ട് കൊടുത്തു. ഇപ്പൊ ഇതെന്താ വായിക്കുക? എന്താ? ഇതിന്റെ അറബി വായിക്കുമ്പോൾ ആ ഒരു സംഭവം മിസ്സിന് നിങ്ങൾക്ക് തരാൻ തോന്നുന്നുണ്ട്. ഇപ്പൊ അടുത്ത കിട്ടീനെങ്കിൽ ഒന്ന് തരാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മീനിങ് വരുന്നത് വേറെയാണ്. ഇതിന്റെ മീനിങ് ഹിൽ എന്നാണ്, മല. പക്ഷെ ഇത് വായിക്കുന്നത് എനിക്ക് മിസ് ആദ്യം എന്താ നിങ്ങൾക്ക് തരാൻ ആഗ്രഹമുള്ളതാന്ന് കേട്ടപ്പോഴേ മനസ്സിലായി മിസ് ഇത് തന്നെയായിരിക്കും. ആണോ? ഒന്ന് കൂട്ടി വായിച്ചേ. ശ്രീവിഷ്ണു ബലൂൺ എന്നൊക്കെയാ പറഞ്ഞേ. ബലൂൺ. അർത്ഥവും തല്ലെന്ന് തന്നെയാണോ? അല്ലല്ല, ഹിൽ, മല. ഹിൽ, HILL. മിസ് പറഞ്ഞില്ലേ ഇത് വായിക്കുമ്പോ എനിക്ക് നിങ്ങൾക്ക് തരാൻ തോന്നുന്നുണ്ട്, പക്ഷെ ഇതിന്റെ മീനിങ് വേറെയാന്ന് പറഞ്ഞില്ലേ? ഹിൽ. നെക്സ്റ്റ്, താലെ തുടങ്ങുന്ന ഒരു വാക്കും കൂടെ നമുക്ക് പഠിക്കാം. നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്. ടൈം ഏകദേശം തീരാറായും തോന്നുന്നു. ഓക്കേ, ചേർത്ത് എഴുതുവാണേ. യു, താ, യു. എന്താ അക്ഷരം? തൈസുനാണോ? യാ. ആരാ പറഞ്ഞേ? ആതിരയാണോ? പഠിച്ചിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത് ഇത് പഠിച്ചിട്ടുണ്ടെന്ന്. തൈസുൻ. തൈസുൻ എന്താ മക്കളെ വായിക്കുന്നേ? തൈസുൻ. തൈസുൻ മീൻസ് അറിയോ? മെയിൽ ഗോട്ട്. ഗോട്ട് പറഞ്ഞാ മതി. GOAT. റെയിൻകോട്ട് അല്ല, മെയിൽ ഗോട്ട്. ഗോട്ട് മനസ്സിലായില്ല മോനെ. ഗോട്ട് ഗോട്ട്. ആട് ആട് ആട്. ഗോട്ട്. ക്ലിയർ ആവുന്നില്ലേ അങ്ങോട്ട്? ക്ലിയർ ആവുന്നുണ്ട് മിസ്സേ. ഓക്കെ, ആട്. ഗോട്ട്. GOAT. ഗോട്ട്. ഗോട്ട് അറിയില്ല അല്ലേ? നമ്മൾ ലാസ്റ്റ് T വരുന്ന അക്ഷരം എങ്ങനെയാ പ്രൊനൗൺസിയേഷൻ വരുന്നേ ഇംഗ്ലീഷില്? സി എന്നാണ്. ഗോട്ട്.
God. ഓക്കെ. തീ വരുന്നത് തൂ വരുന്നത് അടുത്ത ക്ലാസ്സിൽ പഠിച്ചുവിടും മക്കളെ. തീ വരുന്നത് ഒരു വാക്ക് മാത്രമേ ഉള്ളൂ. അതൊന്നും ഇപ്പൊ എഴുതിപ്പിക്കും എഴുതണോ? ടൈം വൈൻഡപ്പ് ആവാനായി. ടൈം ആണ്. അപ്പൊ തൈസിന്റെ മീനിങ് എല്ലാരും പഠിച്ചില്ലേ? മിസ് ഇത് ക്ലിയർ ചെയ്യാൻ പോവാണേ. ഈ തലീഫൂനും തലീഫിസ്ജിയൂനും ഒന്ന് പറഞ്ഞ് പഠിക്കണം കേട്ടോ. അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും അങ്ങോട്ട്. ഓക്കെ. ഇനി തീ വരുന്ന വാക്ക് ഒറ്റൊന്നേ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചാൽ മതി. ഓക്കെ, നോക്കണേ. എന്താ അക്ഷരം? ഇതിന്റെ കൂടെ മിസ് ചേർക്കുന്ന അക്ഷരം നോക്കിക്കോളൂ. എന്താ വായിക്കാ? യാ. എന്തിനാ? ലോങ് വവൽസിന് വേണ്ടിട്ട് നമ്മൾ യാ ചേർക്കും. ഇവിടെ കെസ്റാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ദീർഘം കൊടുത്ത് വായിച്ചേ. യാ. തീ. നുൻ. തീ. തീനുൻ. തീനുൻ മീൻസ് പിഗ് മീൻസ് അത്തിപ്പഴം. കണ്ടിട്ടുണ്ടോ നിങ്ങള്? കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ടില്ലേ? ചുമല കളറുള്ള അതല്ലേ? ആ അത് ബ്രൗൺ കളറൊക്കെയാൻ തോന്നുന്നുണ്ടാവുന്നത്. ഒരു വൈറ്റ് കളർ ഉള്ളിൽ ഇങ്ങനെ തരി പോലെയുള്ള സംഭവം. റെഡ് കളർ ഉള്ളിലുണ്ടാവും. ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. നമ്മൾ ഡേറ്റ്സ് ഒക്കെ പോലെ. കഴിച്ചിട്ടില്ലേ? ഫിഗ് കഴിച്ചിട്ടുണ്ടോ? തൈനുന്നല്ലേ വായിക്കുന്നത്? തൈനുൻ. തൈ അല്ലല്ലോ. തീനുൻ. തീ എഴുതിയിട്ടുണ്ട്. തീക്ക് ലോങ് വവൽസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തേ? യാ ചേർത്തത്. കെസ്റല്ലേ ഇവിടെ വന്നത്. അപ്പൊ തൂ എന്ന് എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വാവ് ചേർക്കും. അപ്പൊ താ എന്ന് എഴുതണമെങ്കിൽ എന്ത് ചെയ്യും? അലിഫ് ഇടും. ഓക്കെ. ഇതിപ്പോ തീനുൻ. തീനുൻ മീൻസ് ഫിഗ്, അത്തിപ്പഴം. ഓക്കെ. ഇനി തൂ വരുന്ന വാക്ക് തൂ ന്റെ കൂടെ മിസ് ഫ എഴുതുവാണ്. ശ്രദ്ധിട്ടിട്ടുണ്ട് ഫിനെ. അലിഫും ചേർത്തിട്ടുണ്ട്.